അൺഫോർച്ചുനേറ്റ്ലി യാതൊരു യോഗ്യതയുമില്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കൃത്യമായി ഈ യോഗ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമായിട്ട് തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം പേപ്പേഴ്സ് നമുക്കതിൽ പഠിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ അടുത്തിടെയായിട്ട് യോഗയിൽ കാണുന്ന മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗ അധ്യാപകൻ്റെ വീഡിയോ, അതിൽ പുള്ളി അധ്യാപകൻ്റെ വീഡിയോ ആണ്. അതിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് എന്തോ ഒരു പ്രപഞ്ച ശക്തി കിട്ടിയിരിക്കുകയാണ്, സൂപ്പർ നാച്ചുറൽ പവർ അല്ലേ. ഈ പ്രപഞ്ച ശക്തി വെച്ചാണ് ഞാൻ ഈ ഹീലിംഗ് ചെയ്യുന്നത്. അങ്ങനെ എന്തോ ഒരു വേർഡൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാരണം അദ്ദേഹം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞ് ഏതോ ഒരു ഗുരുവിൻ്റെ നിന്നും പുള്ളി ഒരു ലോകത്തിൽ 5 പേർക്ക് മാത്രമേ അദ്ദേഹം കുറേശ്ശെ ഇങ്ങനെ ശക്തി കൊടുത്തിട്ടുള്ളൂ എന്നും ഇതാണ് പുള്ളി വീണ്ടും അപ്പോൾ ഇതാണ് പുള്ളി കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ അറിയാലോ, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഔന്നത്യം ഉണ്ടെങ്കിലും അന്ധവിശ്വാസവും അതിനേക്കാളും അപ്പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ റീസെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെ ആൾക്കാരെ കൊണ്ടൊരു തലത്തിൽ നിർത്തിയിട്ടാണ് ഇനി അടുത്ത് ഞാൻ തരാൻ പോകുന്ന അടുത്ത പ്രപഞ്ചശക്തിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ യോഗയെ ഒരു ബിസിനസ്സായി കാണുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. യോഗ പഠിക്കാൻ പോകുമ്പോൾ അതിനുള്ളൊരു ഓരോരുത്തർക്കും ഓരോ ഇൻറ്റൻഷൻ തന്നെ ഉണ്ട്. എന്തിനാണ് അവർക്കൊരു രഹസ്യ അജണ്ട വെച്ചിട്ടാണ് യോഗ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് സത്യം.